നമസ്കാരം. PV അൻവറിൻ്റെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ജനങ്ങളിൽ ഒരാളായി തീർന്ന PV അൻവറിനെ ഈ നാടിനറിയാം. മൂപ്പരനെ പറയാണ്, ഫൈറ്റിംഗ് മോഡ് ഓൺ ആവട്ടെ, നിങ്ങളോടൊപ്പം പോരാട്ടത്തിൻ്റെ അമരത്ത് ഞാൻ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഫൈറ്റിംഗ് മോഡ് ഓൺ ആവുകയാണ്, ഞാൻ ഉടനെ നിങ്ങളൊപ്പം പോരാട്ടത്തിൻ്റെ അമരത്തുണ്ടാകും, ജനങ്ങളിൽ ഒരാളായി തീർന്ന എന്നെ, ഞാനാരാ, PV അൻവർ, എന്നെ ഈ നാട്ടിനറിയാം എന്നാണ് PV അൻവറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം ഇത് പോസ്റ്റ് ഇടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് കേരളത്തിൽ ന്യൂസ് ചാനലുകളിൽ PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്നൊരു വാർത്ത ബ്രേക്ക് ചെയ്യപ്പെട്ടു. അത് വലിയ തോതിൽ ചർച്ചയായി. ബേപ്പൂരിൽ ആരാണ് PV അൻവർ നേരിടാൻ ഉദ്ദേശിക്കുന്നത്? ആരെയാണ്? അവിടെ മുഹമ്മദ് റിയാസാണ് നിലവിൽ MLA ആയിട്ട് ഉള്ളത്. നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് വേഴ്സസ് PV അൻവർ എന്ന ഒരു നറേറ്റീവ് തുടക്കത്തിലെ ഇടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബേപ്പൂരിൽ മത്സരിപ്പിക്കാൻ UDF തീരുമാനിച്ചു എന്നും ആ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന് പോയി എന്നും അത് മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനു ശേഷം അദ്ദേഹം ജനങ്ങളോട് നേരിട്ട് പറയാൻ പറ്റില്ല, കാരണം ഔദ്യോഗിക തീരുമാനം എടുക്കണം, എങ്കിലും ജനങ്ങളോട് പറയാതെ പറഞ്ഞു ഞാനിതാ വരികയാണ്. അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം ലീഗ് നേതാക്കളെ, മറ്റ് മുസ്ലിം സാമുദായിക നേതാക്കളെ ഉൾപ്പെടെ അദ്ദേഹം അവിടെ പോയി കണ്ട് ചർച്ചകൾ നടത്തി. തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം ഇറങ്ങുകയാണ്. ബേപ്പൂരിൽ ഞാൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പ്രഖ്യാപനം, അനൗദ്യോഗികമായ ഒരു പ്രഖ്യാപനം തന്നെയാണ് PV അൻവർ നടത്തിയത്. മുഹമ്മദ് റിയാസ് സ്വാഭാവികമായി നോക്കുമ്പോൾ മത്സരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഏകദേശം വിശ്വസിക്കാവുന്ന യുക്തിസഹമായ പ്രഖ്യാപനം അനൗദ്യോഗികമായിട്ടാണെങ്കിലും വന്ന സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയുമായി വന്നത്. അൻവറിനെ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനോട് ജയിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് അൻവർ വലിയ വെല്ലുവിളിയാകുമോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഒരു 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് 3 തെരഞ്ഞെടുപ്പിലെ വോട്ടാണ്. അതിലേറ്റവും പ്രധാന കാര്യം ബേപ്പൂർ ഈ 15 വർഷത്തെ കാലയളവിൽ കടുത്ത നിലയിൽ CPM-നൊപ്പം LDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കടുത്ത തിരിച്ചടിയുണ്ടായ 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ ഏറ്റ കാലത്തെ വോട്ട് നില മുതൽ നമുക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാകും. അന്ന് എളമരം കരീമാണ് അവിടെ സ്ഥാനാർത്ഥിയായി ഉണ്ടായിരുന്നത്. എളമരം കരീമിന് 5316 വോട്ടിൻ്റെ ഭൂരിപക്ഷം അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് അനുകൂലമായൊരു വോട്ടിംഗ് നില കേരളത്തിലുണ്ടായ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്ന തെരഞ്ഞെടുപ്പിൽ അന്ന് ആദം മുൽസിയാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അതേസമയം KP ശ്രീശൻ BJP സ്ഥാനാർത്ഥി. അന്ന് ശ്രീശൻ്റെ വോട്ട് 11,040 അവിടെ SDP-യുടെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. SDP അന്ന് പക്ഷേ 954 വോട്ടേ നേടിയിട്ടുള്ളൂ. പിന്നെ മറ്റ് സ്വതന്ത്രരാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് 2011 സ്ഥിതിയാണ്. ഇനി 2016 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് VKC മുഹമ്മദ് കോയയാണ് മത്സരിച്ചത്. VKC മുഹമ്മദ് കോയക്ക് 14,363 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ട്. എളമരം കരീം 5,316 ആയിരുന്നു. എന്നാൽ ഇങ്ങോട്ട് വരുമ്പോൾ LDF സർക്കാർ അധികാരത്തിൽ വന്ന ഒന്നാം പിണറായി സർക്കാർ 2016 14,363 വോട്ടിൻ്റെ ഭൂരിപക്ഷം VKC മുഹമ്മദ് കോയക്ക് ഉണ്ടായിരുന്നു. ആദം മുൽസി തന്നെയാണ് UDF-ൻ്റെ സ്ഥാനാർത്ഥി. BJP 27,958 KP പ്രകാശ് ബാബുവിൻ്റെ സ്ഥാനാർത്ഥിത്വം വോട്ട് നില ഉയർത്തി. പിന്നെ മറ്റ് പാർട്ടികൾ, വെൽഫെയർ പാർട്ടിയും SDP-യും ഒക്കെ ഉണ്ട്. അവരൊക്കെ കൂടി 2,000-3,000 വോട്ട് അല്ലാതെയും പിടിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ആ തെരഞ്ഞെടുപ്പ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലേക്ക് വന്ന 2021 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PA മുഹമ്മദ് റിയാസ് മത്സരിക്കുകയാണ്. അതായത് VKC മുഹമ്മദ് കോയ ഒരു തവണ മാത്രം മത്സരിച്ച് മാറി PA മുഹമ്മദ് റിയാസ് വന്നു. അതിൽ 28,747 കുതിച്ചുയരുകയാണ് ചെയ്തത് ഭൂരിപക്ഷം. രണ്ടാമത് PM നിയാസാണ് കോൺഗ്രസിന് വേണ്ടി മത്സരിച്ചത്. BJP പ്രകാശ് ബാബു തന്നെ 26,267 വോട്ടിലേക്ക് എത്തി. BJPക്ക് കാര്യമായ വളർച്ച അതിനുശേഷം ഉണ്ടായിട്ടില്ല. 2016 ശേഷം ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ SDP-യും ഒക്കെ കൂടി 2,000-3,000 വോട്ട് ഉണ്ട്. SDP കൂടാതെ വെൽഫെയർ പാർട്ടി അവിടെ മത്സരിച്ചിട്ടില്ല. ഇതാണ് സാഹചര്യം. ഇനി അങ്ങോട്ട് വരുമ്പോൾ ഈ ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായ തെരഞ്ഞെടുപ്പിലും താഴോട്ട് പോയിട്ടില്ല, ജയിച്ചിട്ടുണ്ട്. ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ 3 തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ മുഹമ്മദ് റിയാസിലേക്ക് വരുമ്പോൾ 3 ആളാണ് മത്സരിച്ചത്. റിയാസിന് അവിടെ വലിയ ഭൂരിപക്ഷം 28,747 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായി. ഒരു അർത്ഥത്തിൽ LDF-നോട് ചേർന്ന് പോകുന്ന മണ്ഡലം എന്ന് നമുക്ക് വേണമെങ്കിൽ നിർവചിക്കാം. ഇനി അടുത്ത ഘട്ടം ഇദ്ദേഹം PV അൻവർ വരുമ്പോൾ എന്താണ് എന്നുള്ളതാണ്. PV അൻവറിൻ്റെ പ്രധാന മുദ്രാവാക്യം മരുമോനിസം എന്നുള്ളതാണ്. മണ്ഡലത്തിൽ വരുമ്പോൾ കേരളത്തിൽ അദ്ദേഹം ഉയർത്തുന്നത് പിണറായിസം എന്നുള്ളതാണെങ്കിലും മണ്ഡലത്തിൽ അദ്ദേഹം മരുമോനിസം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മരുമകനാണ് മുഹമ്മദ് റിയാസ്, മകളുടെ ഭർത്താവ്. അതുകൊണ്ട് മരുമോനിസം എന്നുള്ളതാണ് മുന്നോട്ട് വെക്കാനുള്ള
മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം ഉണ്ടാക്കുന്ന വലിയ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനെതിരായ അതിനെ അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം BJP-യുടേതും കോൺഗ്രസിൻ്റേതും രണ്ടുപേരും ഒരുപോലെ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യമാണ്. അതായത് മുഖ്യമന്ത്രിക്ക് ശേഷം കേരളത്തിലൊരു ഈ പിണറായി വിജയന് ശേഷം കേരളത്തിലൊരു മുസ്ലിം മുഖ്യമന്ത്രിയെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് പിണറായി വിജയൻ എന്നുള്ള വളരെ വിദ്വേഷപരമായ ഒരു മുദ്രാവാക്യം. അത് നേരത്തെ BJP ആദ്യം ആ നറേറ്റീവ് കൊണ്ടുവരുന്നു. കെ സുരേന്ദ്രനൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നീട് കോൺഗ്രസ് VD സതീശനും അതിന് വേണ്ടിയിട്ട് അതൊക്കെ വരുന്നു എന്നുള്ള നിലയിൽ നേരിട്ടല്ലാതെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നറേറ്റീവ് കൊണ്ടുവന്നു. അതുകൊണ്ട് BJP അതിൻ്റെ ഉള്ളടക്കം വിദ്വേഷം പറയും, പക്ഷേ ആ മുദ്രാവാക്യം UDF ഏറ്റെടുക്കും. അതിൻ്റെ പ്രത്യക്ഷത്തിൽ എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള PV അൻവർ അത് പറയുകയും ചെയ്യും. അങ്ങനെ ആ തരത്തിൽ ഒരു ആൻറ്റി മുഹമ്മദ് റിയാസ് ക്യാമ്പയിൻ അവിടെ നടക്കും. മരുമോനിസം എന്നുള്ളതും മുഖ്യമന്ത്രിയാക്കാനാണ് പിണറായി വിജയൻ്റെ നീക്കം എന്നുള്ളതുമായ ഒരു നറേറ്റീവ് ഒരിക്കലും നടക്കില്ല എന്ന് നമുക്കറിയാം. CPM-ൻ്റെ സംവിധാനത്തിലും കേരളത്തിലും നിലവിലെ യുക്തി വെച്ചിട്ട് അതിനുള്ള സാധ്യതയില്ല. UDF-ലൊക്കെ ആണെങ്കിൽ ചിലപ്പം അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിൽ, മരുമകൻ എന്നുള്ള നിലയിൽ, എന്നാൽ പോലും UDF-ൽ പോലും അങ്ങനെ സാധ്യമല്ല. ഈ ഒരു ഹയറാർക്കി വെച്ചിട്ട് അത് സാധ്യമല്ല. പക്ഷേ അത് ആ നറേറ്റീവിന് റിസൾട്ട് ഒരുപക്ഷെ ഒരു സാമൂഹ്യ വിരുദ്ധമായ ഒരു സാധനമാണെങ്കിൽ പോലും റിസൾട്ട് ഭയങ്കരമായിരിക്കും. ഒരു മുസ്ലിം മുഖ്യമന്ത്രി ആക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി മുസ്ലിം വോട്ടുകളെ ഏകോപിപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഫലം PV അൻവറിന് കിട്ടും. അതും കിട്ടും. BJP-യുടെ വോട്ടുകൾ ആ നിലയിൽ അത്ര ഭയങ്കര ഹാർഡ് കോർ BJP അല്ലാത്ത വോട്ടുകൾ, ഹിന്ദുത്വ വോട്ടുകൾ അങ്ങോട്ട് വരാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇത് മരുമോനിസത്തിൻ്റെ മുദ്രാവാക്യം. രണ്ടാമത്തേത്, കേരളത്തിലാകെ ഇത്തവണ കോൺഗ്രസ് UDF പയറ്റുന്ന ആൻറ്റി CPM ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും മുസ്ലിം വോട്ടുകൾ. BJP ജയിച്ചാലും കുഴപ്പമില്ല, CPM തോൽക്കണം, അതാണ് മുസ്ലിങ്ങൾക്ക് നല്ലത്. SIR പോലും പിണറായി വിജയൻ്റെ ആണെന്നുള്ള പ്രചരണത്തിൻ്റെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പ്രചരണമുണ്ട്. അപ്പം രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥി വരുമ്പോൾ ആൻറ്റി മുസ്ലിം നിലപാട് CPM-നാണ് എന്നുള്ള അതിൻ്റെ പേരിലുള്ള ഒരു വോട്ടിംഗ് അവിടെ നടന്നേക്കാം എന്നുള്ളതാണ് UDF-ൻ്റെ ഒരു പ്രതീക്ഷ. അത് PV അൻവറിന് ഗുണം ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിൽ BJP-ക്ക് എന്തായാലും ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മണ്ഡലം, ആ മട്ടിൽ ഒരു 5,000-8,000 വോട്ട് BJP-യുടേത് സ്വാഭാവികമായി മറിക്കാനുള്ള മുദ്രാവാക്യം വിറ്റഴിക്കാൻ PV അൻവറിനും UDF-നും കഴിയും. അങ്ങനെയാണ് അവർ അത് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും അവിടെ മല പോലെ നിൽക്കുന്ന വോട്ടിംഗ് ഭൂരിപക്ഷം പ്രധാനമാണ്. ഇനി മൂന്നാമത്തെ PV അൻവറിന് അനുകൂലമാകാനിടയുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമാണ്. അത് ഒരുപക്ഷെ കേരളത്തിൽ ഇതുവരെ ഒരു തുടർ ഭരണത്തിൽ പോലും ഒരു 5 കൊല്ലം കഴിയുമ്പം തന്നെ ഉണ്ടാവാറുള്ള ഭരണവിരുദ്ധ വികാരം നമുക്കറിയാം. പക്ഷേ ഈ ഭരണ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വികാരങ്ങൾ, മതവൈകാരികത, വർഗീയതയൊക്കെ തിളച്ചു മറിയുന്നതിൻ്റെ പേരിലുള്ള വിരുദ്ധ വികാരമല്ലാതെ ഭരണത്തിൻ്റെ പേരിൽ ഇപ്പോൾ ക്ഷേമ പെൻഷനായാലും മറ്റ് നടപടികളായ വികസന പദ്ധതികളായാലും അത്തരത്തിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും നമുക്കതിൻ്റെ റിസൾട്ട് കാണാനുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു സാഹചര്യം വളരെ കുറവാണ്. ബാക്കിയുള്ള എലമെൻറ്റുകൾ PV അൻവറിന് അനുകൂലമാകുന്ന എലമെൻറ്റുകളിലാണ് ഒരു കാര്യം അവർക്ക് പ്രതീക്ഷയായി വയ്ക്കാനുള്ളത്. ഇനി മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴുള്ള പ്രത്യേകതകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവരുടെ പ്രതീക്ഷകൾ എന്തായിരിക്കും എന്നുള്ളതാണ്. CPM-നെ സംബന്ധിച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ. ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷം മണ്ഡലത്തിൻ്റെ സ്വഭാവം ഒക്കെ വെച്ച് നോക്കുമ്പോഴുള്ള മേൽക്കൈ ഏറ്റവും പ്രധാനമായി നിൽക്കുമ്പോൾ തന്നെ മണ്ഡലത്തിൽ ഒരു ജനകീയനായ MLA എന്നുള്ള നിലയിൽ മുഹമ്മദ് റിയാസിൻ്റെ ഇടപെടലാണ്. സാധാരണ നമ്മൾ പല രീതിയിൽ ചില രാഷ്ട്രീയ പ്രതിനിധികൾ മണ്ഡലത്തിലും ജയിച്ചു പോകുമ്പോഴാണ് അവർക്കുണ്ടാകുന്ന മേൽക്കൈയുണ്ട്. അത് പ്രധാനമായിട്ട് അവരുടെ മണ്ഡലത്തിലെ ഇടപെടലാണ്. ഒരു മന്ത്രി എന്നുള്ളതിനപ്പുറത്ത് മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമാണ് മുഹമ്മദ് റിയാസ് എന്ന് കോഴിക്കോട് ബേപ്പൂരുമായി ഇടപെടുന്ന ആളുകൾക്ക് മനസ്സിലാവും. അത്തരത്തിലുള്ളൊരു മേൽക്കൈ അവിടെയുണ്ട്. MLA വിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ടാവില്ല. CPM-ന് ഇപ്രാവശ്യം എല്ലാ മണ്ഡലങ്ങളിലും പ്രതീക്ഷ വയ്ക്കാനുള്ള ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും ഒന്നാമത്തെ കാരണം മണ്ഡലത്തിൽ MLA വിരുദ്ധ വികാരമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അതിൽ മുഹമ്മദ് റിയാസ് ആദ്യപടി കടന്നു കയറും എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഈ വിദ്വേഷ പരാമർശങ്ങളിലൊക്കെ മുഹമ്മദ് റിയാസിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത്, അതിനെ മറികടക്കാൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിന് കഴിയും. അദ്ദേഹം ആ തരത്തിലുള്ള പരിമിതികളെ മറികടക്കാനുള്ള ഇടപെടൽ സാമൂഹ്യമായി നടത്തുന്ന ആളാണ് എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു കാര്യം. മൂന്നാമത്തേത്, കേരളത്തിലാകെയുള്ള ഭരണത്തിൻ്റെ വികസന നേട്ടങ്ങളിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനുണ്ടായ മേൽക്കൈയാണ്. പിന്നെ ഈ നിരന്തരമായ അതിക്രമങ്ങൾ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള പ്രചരണങ്ങൾ, സൈബർ അറ്റാക്കുകളൊക്കെ നേരിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന് അനുകൂലമാകാനിടയുള്ള ഒരു സഹതാപ തരംഗം അത് എത്രത്തോളമാണ് നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം അത് മുഴുവൻ മാധ്യമങ്ങളുടെയൊക്കെ വാർത്താ രീതിയിൽ തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ തന്നെ വരുന്നുണ്ട്. അതിനെ നേരിടാൻ അദ്ദേഹത്തിന് എത്രത്തോളം കഴിയും, അത് അദ്ദേഹത്തിന് അനുകൂലമായി മാറിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം കൂടി അവിടെയുണ്ട്. അതുകൊണ്ട് ഈ 3 കാരണങ്ങളുടെ ബലത്തിൽ ഒരു പരിധിവരെ CPM-ന് ഇതിനെ PV അൻവറിൻ്റെ വരവിനെ മറികടക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതേസമയം PV അൻവറിൻ്റെ വ്യക്തിപരമായ സ്വാധീനം
സ്വാധീനം, അദ്ദേഹം നേരത്തെ പല രീതിയിൽ LDF നിൽക്കുമ്പോൾ UDF സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ള വ്യക്തിപരമായ ഒരു ബലത്തിൽ കൂടി മുന്നോട്ട് പോയ ആൾ കൂടിയാണ്. അപ്പോൾ തിരിച്ച് പഴയ ഒരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിൽ തിരിച്ചവിടെ പോകുമ്പോൾ ഉണ്ടാവുന്ന മേന്മയാണ് ബേപ്പൂരിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ LDF നിൽക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിനുണ്ടായ തിരിച്ചടി നമുക്കറിയാം. ഒപ്പം തന്നെ നിലമ്പൂരിൽ സ്വന്തമായ ഒരു LDF നിന്ന് പോയി UDF താൻ വേണം, തൻ്റെ സീറ്റ് ഉറപ്പ് കിട്ടണം എന്നൊക്കെയുള്ള ബാർഗെയിനിങ് ശേഷം അവിടെ നടന്ന തെരഞ്ഞെടുപ്പിലുണ്ടായ നേട്ടവും നമുക്കറിയാം. പാലക്കാട് അടക്കമുണ്ടായ UDF നിന്ന് ഭിന്നിച്ച് നിൽക്കുമ്പോഴുണ്ടായ നേട്ടം, UDF നേട്ടം അറിയാം. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ഒരു മികവ് എത്രത്തോളം ഉണ്ടാവുന്നത് നമുക്ക് ഒരു പരിധിവരെ ഉറപ്പ് പറയാൻ കഴിയുന്നതല്ല. അതിനുള്ള മികവ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടില്ല. ഒപ്പം LDF നിൽക്കുമ്പോൾ അവസാന കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമേജ് വലിയ തോതിൽ ഇടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ഇപ്പോൾ ആകെ ആൻറ്റി പിണറായി എന്നുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് അദ്ദേഹം നിൽക്കുന്നു എന്നുള്ളതാണ്. അത് സ്വാഭാവികമായി UDF നിൽക്കുമ്പോൾ ആർക്കായാലും കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. പിന്നെ വാർത്ത പ്രചരണത്തിൽ അദ്ദേഹത്തിനുള്ള ഒരു ഹിറ്റ് എലമെൻറ്റ്, അതാണ് മുഖ്യധാരാ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത പെട്ടെന്ന് തന്നെ വരും എന്നുള്ളത് സംസ്ഥാന തലത്തിലൊരു മുഖം എന്നുള്ള നിലയിൽ. അതുകൊണ്ട് മരുമോനിസം എന്ന മുദ്രാവാക്യത്തിൽ മാത്രം മുൻനിർത്തിക്കൊണ്ട്, അതായത് ഒരു നശീകരണാത്മകമായ മുദ്രാവാക്യമാണ്, അതിന് മാത്രം മുൻനിർത്തിക്കൊണ്ട് നിലവിൽ ബേപ്പൂരിലെ ഈ ഭൂരിപക്ഷത്തെ, ഈ മികവിനെ മറികടന്ന് മുഹമ്മദ് റിയാസിന് ജയിക്കാൻ കഴിയും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം എത്രത്തോളം വിജയിക്കും എന്നുള്ളത് സംശയകരമാണ്. മറിച്ച് വലിയ അടിയൊഴുക്കുകൾ, നമ്മൾ പുറമേക്ക് കാണുന്നതിന് അപ്പുറത്തെ അടിയൊഴുക്കുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് PV അൻവറിൻ്റെ വരവിന് ഉണ്ടാവുക. അല്ലെങ്കിൽ ഈ പൊതു തെരഞ്ഞെടുപ്പോടെ PV അൻവറിൻ്റെ രാഷ്ട്രീയം അവിടെ ഒരു പോയിന്റ് നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. PV അൻവറിൻ്റെ പ്രതീക്ഷകൾ ഒരുപക്ഷെ അദ്ദേഹം ഒരിടത്തും ഈ LDF CPM വിട്ടതിന് ശേഷം മാറ്റുരച്ച് നോക്കാൻ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെയുള്ള പ്രതീക്ഷ പോലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. മറ്റ് പാൻ കേരള ലെവലിനപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെതായ സംഭാവനയൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ബേപ്പൂരിലെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കുമോ എന്നുള്ള ആശങ്ക ഒരു പരിധിവരെ അദ്ദേഹത്തിനുണ്ടാകും. ആ നിലയിൽ മുഹമ്മദ് റിയാസിൻ്റെ ആത്മവിശ്വാസത്തെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്ന സംശയം അവശേഷിപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.